വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 14-ാം അധ്യായം ഗുണത്രയ വിഭാഗ യോഗത്തിൽ ഭഗവാൻ അർജുനന് ജീവാത്മാക്കൾക്ക് പ്രകൃതി നൽകുന്ന 3 ഗുണങ്ങളെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ നൽകുന്നു. പ്രകൃതി പുരുഷ സംയോഗത്തിലൂടെ സൃഷ്ടി എങ്ങനെ നടക്കുന്നു എന്നുള്ളതും ഇവിടെ ഭഗവാൻ വിവരിക്കുന്നു. ത്രിഗുണങ്ങളെക്കുറിച്ചുള്ള ഈ ജ്ഞാനം ഏറ്റവും ശ്രേഷ്ഠമാണ് എന്നും ഇതറിഞ്ഞ മുനികൾ ആത്മനിയന്ത്രണം നേടി മുക്തി പ്രാപിക്കുന്നു എന്നും ഭഗവാൻ പറഞ്ഞു തരുന്നു. പരം ഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം യജ്ഞാത്വാ മുനയഃ സർവേ പരാം സിദ്ധിമിദോ ഗതാഃ. 14-ാം അധ്യായം ഗുണത്രയ വിഭാഗ യോഗത്തിലെ ആദ്യത്തെ എപ്പിസോഡാണ് ഇത്. ഈ അധ്യായത്തിലെ 1 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഭഗവാൻ പറയുന്നു: മമ യോനിർമഹദ് ബ്രഹ്മ തസ്മിൻ ഗർഭം ദദാമ്യഹം സംഭവഃ സർവഭൂതാനാം തതോ ഭവതി ഭാരത. അർജുന, പ്രകൃതി അല്ലെങ്കിൽ മായ സകല ജീവാത്മാക്കളുടെയും ഉദ്ഭവസ്ഥാനമായ മഹത്തായ യോനിയാണ്. പുരുഷനായ ഞാൻ ജഡമായ പ്രകൃതിയിൽ ബീജത്തെ നിക്ഷേപിക്കുന്നു. സർവജീവാത്മാക്കളും അങ്ങനെ പ്രകൃതി പുരുഷ സംയോഗത്തിലൂടെ ഉണ്ടാകുന്നു. സമസ്ത ജീവാത്മാക്കളുടെയും അമ്മയാണ് മായ അല്ലെങ്കിൽ പ്രകൃതി. വിശ്വപിതാവ് ഞാൻ തന്നെയാണ്. എൻ്റെ ചൈതന്യം ജീവാത്മാക്കൾക്ക് ജീവൻ നൽകുന്നു. സർവയോനിഷു കൗന്ദേയ മൂർത്തയഃ സംഭവന്തി താസാം ബ്രഹ്മ മഹദ്യോനി അഹം ബീജപ്രദപിതഃ. ജഡമായ പ്രകൃതിയിൽ ആത്മചൈതന്യം പ്രവേശിച്ചപ്പോൾ അതിൽ നിന്ന് സമസ്ത ജീവാത്മാക്കളും ഉണ്ടായി. പലവിധ ശരീരങ്ങളിലൂടെ ആത്മചൈതന്യം പ്രകാശിക്കുമ്പോൾ വേറെ വേറെയായി തോന്നുമെങ്കിലും എല്ലാ ശരീരങ്ങളിലൂടെയും പ്രകാശിക്കുന്നത് ഒരേ ആത്മചൈതന്യം തന്നെയാണ്. നദിയിലെ വെള്ളത്തിനെ പല നിറങ്ങളിലും ആകൃതിയിലും ഉള്ള പല പല കുപ്പികളിൽ വയ്ക്കുമ്പോൾ നമുക്ക് അവ പല വിധത്തിൽ കാണപ്പെടുന്നു. വെള്ളം ഒരേ വെള്ളമാണെങ്കിലും കുപ്പികളുടെ ആകൃതിയും നിറവുമാണ് ഇതിന് കാരണം. അതുപോലെ ഒരേ ആത്മചൈതന്യം പലവിധ ശരീരങ്ങളിലൂടെ പലതായി നമുക്ക് കാണുന്നു. പ്രകൃതി ജീവാത്മാക്കൾക്ക് സത്വം, രജസ്, തമസ് എന്ന 3 ഗുണങ്ങൾ നൽകുന്നു. ഏത് നിലപാടോടുകൂടിയാണോ മനസ്സ് പ്രവർത്തിക്കുന്നത് അതിനെ ഗുണം എന്ന് പറയുന്നു. ഈ ഗുണങ്ങൾക്കനുസരിച്ച് ജീവാത്മാക്കൾ പ്രകൃതിയിലെ വിഷയങ്ങളുമായി പ്രവർത്തിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നു. ഈ ഗുണങ്ങൾ കൂടിയും കുറഞ്ഞുമാണ് ജീവാത്മാക്കളിൽ കാണപ്പെടുന്നത്. സത്വം രജതമായിതി ഗുണാ പ്രകൃതി സംഭവാഃ നിബധ്നന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. ഗുണങ്ങൾ പ്രകൃതി ജീവാത്മാക്കൾക്ക് നൽകുന്നവയാണ്. ഈ 3 ഗുണങ്ങൾക്കനുസരിച്ച് മനോബുദ്ധികൾ പ്രവർത്തിക്കുന്നു. ഗുണങ്ങൾ ശാശ്വതനായ നാശരഹിതനായ ആത്മാവിന് ശരീരവുമായി ഒരു മായാബന്ധം അല്ലെങ്കിൽ ഒട്ടലുണ്ടാക്കുന്നു. എന്ന് വെച്ചാൽ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ആത്മാവിന് ഈ ശരീരം എൻ്റേതാണെന്നും കർമ്മങ്ങൾ ഞാൻ ചെയ്യുന്നു എന്നുള്ള ഒരു ഭ്രമം ഉണ്ടാകുന്നു. ഇതിന് കാരണം ഗുണങ്ങളാണ്. ഇതിനെയാണ് ഭഗവാൻ നിബധ്നന്തി ദേഹേ ദേഹിനം അവ്യയം, ആത്മാവിനെ ദേഹത്തിൽ ബന്ധിക്കുന്നു എന്ന് ഭഗവാൻ പറഞ്ഞത്.
സംസർഗജാ ഗുണാദോഷാ ഭവന്തു എന്ന ശ്രുതിവാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ശരീരവുമായുള്ള നിരന്തര സംസർഗം കൊണ്ട് ആത്മാവിന് ശരീരകാര്യങ്ങളിൽ ഒട്ടലുണ്ടാകുന്നു. തുടർന്ന് ഏതേത് ഗുണം മനോബുദ്ധികളിലൂടെ ഏതേത് വിധത്തിൽ പ്രകടമാകുന്നു എന്നുള്ള കാര്യം ഭഗവാൻ പറഞ്ഞു തരും. തത്ര സത്വം നിർമ്മലത്വാത് പ്രകാശകമനാമയം സുഖസംഗേന ഭദ്രാദി ജ്ഞാനസംഗേന ചാനക. ഈ 3 ഗുണങ്ങളിൽ സത്വം ഏറ്റവും നിർമ്മലവും പ്രകാശമയവുമാണ്. എപ്പോഴും ആനന്ദം, സുഖം, അറിവിവ നിറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ സുഖിയാണ്, ഞാൻ ജ്ഞാനിയാണ്, സന്തോഷവാനാണ് എന്ന ചിന്തയെ, നന്മയുള്ള ചിന്തയെ ആത്മാവിൽ ഉണ്ടാക്കുന്നു. രജോ ഗുണം ആഗ്രഹങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞതാണ്. പലതും നേടാനുള്ള അത്യാർത്തിയും ആഗ്രഹവും കൊണ്ട് ആത്മാവിനെ നിരന്തരമായി കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രേരണയും താൻ കർത്താവാണ് എന്ന അഹങ്കാരബോധവും ഉണ്ടാക്കുന്നു. തമോ ഗുണം അജ്ഞാനത്തിൽ നിന്നും ഉണ്ടാകുന്നതും സർവ്വജീവാത്മാക്കളെയും മോഹിപ്പിക്കുന്നതുമാണ്. അത് അജ്ഞത, പ്രമാദം, മടി, ഉറക്കം ഇവ കൊണ്ട് ജീവാത്മാവിൻ്റെ ജ്ഞാനത്തെ അജ്ഞതയാൽ മറയ്ക്കുന്നു. സത്വം സുഖേ സഞ്ജയതി രജകർമ്മണി ഭാരത ജ്ഞാനമാവൃത്യ തു തമഃ പ്രമാദേ സഞ്ജയത്യുതാം. തുടർന്ന് ഭഗവാൻ ഈ ഗുണങ്ങൾ ശരീരത്തിലൂടെ എങ്ങനെ പ്രകടമാകുന്നു എന്ന് പറഞ്ഞു തരുന്നു. നമുക്ക് കാത്തിരിക്കാം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ.